അയ്യോ സിനിമ നടിയാണെന്ന് തോന്നൂല, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. അച്ഛനമ്മയുടെ നിന്ന് കിട്ടിയതായിരിക്കണം. ഇതാണ് ഗായത്രി. എനിക്ക് ഇതാണ് ഫ്രീഡം. ഫ്രീഡം. തലയിൽ ഇത്രയും ഖനം വെച്ച് നിൽക്കുമ്പോ എനിക്ക് തന്നെ ഒരു പ്രശ്നമാണ്. നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യണല്ലോ. അതെ അതെ അതെ. ഇത് ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഇതും ആണെന്ന് വിചാരിക്കേണ്ട. അത് എന്റെ ഒരു സ്ട്രാറ്റജി ആവാം. ഗായത്രി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന ഓൺലൈനിൽ കാണുന്നതൊന്നല്ല ഗായത്രി. മറ്റുള്ള ആർട്ടിസ്റ്റുകളോട് ചോദിക്കും. ഞാനാണ് പ്രേതം. പ്രേതം. ഗായത്രിയെ വിളിച്ചിന് സംസാരിക്കുമ്പോ ഓക്കെ ആവോ എന്താണെന്ന് അറിയാം. പക്ഷെ ഗായത്രിയെ വിളിച്ചത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. എനിക്കുണ്ടായിരുന്നു എന്റെ മനസ്സിൽ പ്രേത റോള് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ വന്നു. എനിക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്താണ് ആ ജമുന പ്യാരി ഇത്ര ഇഷ്ടം എന്നും എനിക്ക് അറിയണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല സിനിമകൾ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വളരെ തെറ്റാവും. പക്ഷെ എന്താണ് വാട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഫാക്ടർ ഇൻ ജമുന പ്യാരി എന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ആൻഡ് വെൽക്കം ടു ലൈഫ് നെറ്റ് TV. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് തയ്യൽ മെഷീൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. താങ്ക് യു. ഈ പേര് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്താ തയ്യൽ മെഷീൻ എന്നുള്ളൊരു പേരിന്റെ റീസൺ എന്താണ്? തയ്യൽ മെഷീൻ ഇതിലെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ തയ്യൽ മെഷീൻ ഞാനിപ്പോ ആൾക്കാരോട് പറയുമ്പോ പോലും തയ്യൽ മെഷീനോ, അത് ഈ ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. അതെ, ആ ഒരു സസ്പെൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം അല്ലേ? തീർച്ചയായിട്ടും തയ്യൽ മെഷീൻ ആണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. തയ്യൽ മെഷീൻ തന്നെയാണ് മെയിൻ ക്യാരക്ടർ. ഗായത്രിയുടെ ലുക്കും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കുറച്ചുകൂടെ ഒരു വേറൊരു സ്വഭാവക്കാരിയാന്ന് തോന്നുന്നല്ലോ ഇതിനകത്ത്. ഞാനാണ് പ്രേതം. പ്രേതം. എങ്ങനെ ഉണ്ടായിരുന്നു പ്രേതമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മള് വേറൊരു ആംഗിളിൽ നിന്ന് അഭിനയിക്കുകയാണല്ലോ. അപ്പോൾ അതെങ്ങനെ വന്നിട്ടുണ്ട് എന്ന് കാണാനുള്ള ഒരു, അതായത് ബിഗ് സ്ക്രീനിൽ എങ്ങനെ വന്നിട്ടുണ്ട് എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. പിന്നെ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഡിഫറെന്റ് റോളുകൾ ചെയ്യാനായിരിക്കും താല്പര്യം. അങ്ങനെയും ഒരു ഇത്. എങ്ങനെ റിയൽ ലൈഫിൽ പ്രേതത്തെ പേടിയുള്ള ആളാണോ? നല്ല പേടിയുള്ള ആളാണ്. ചെറുപ്പം മുതലേ പേടിയുണ്ട്. പേടിയാണ്. എന്നിട്ട് പ്രേതമായിട്ടം അഭിനയിച്ച് തകർത്തു. യെസ്. പോലീസ് ഓഫീസറിന്റെ റോളാണെന്ന് തോന്നുന്നല്ലോ പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക്. അപ്പൊ എന്താണ് ചേട്ടന്റെ ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിലൊരു സെൻട്രൽ ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസറാണ്. CA ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ വേറെ നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസും അപ്പോൾ അതിനെ ചൊല്ലി ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ പടത്തിലൂടെ പോകുന്നത്. അപ്പൊ എന്താ ഡയറക്ടറിന്റെ ഒരു ആസ്പെക്റ്റിൽ ഇതിന്റെ ഒരു ജോണർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഇത് ശരിക്കും പറഞ്ഞാൽ ഹൊറർ ത്രില്ലർ കംപ്ലീറ്റ് വെച്ചാൽ എന്റർടൈനർ ആണോ എന്ന് ചോദിച്ചാൽ ഫാമിലി എന്റർടൈനർ ആണ്. എല്ലാ എലമെന്റ്സും വരുന്നുണ്ട് അതിനകത്ത്. പക്ഷെ ഒറ്റയടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഹൊറർ ത്രില്ലർ. പ്രേം എങ്ങനെയായിരുന്നു നമ്മുടെ തയ്യൽ മെഷീനിലോട്ട് എത്തിയത്? ഞാൻ ചാൻസ് ചോദിച്ചാൽ അനിയന ഡയറക്ടർ, അപ്പൊ അനിയനോട് ധൈര്യമായിട്ട് ചോദിക്കാലോ. ഒന്നും പറയില്ലല്ലോ. അപ്പൊ ചോദിക്കാം. അങ്ങനെ ആയിരിക്കില്ല എന്തായാലും ഒരു കഴിവുണ്ടെന്നുള്ളതാണല്ലോ നമ്മൾ എടുക്കുന്ന ഒരു. അല്ല, ഞാൻ ആദ്യം അനിയന്റെ പടത്തിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ നേരത്തെ കുറച്ച് പടങ്ങളിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് ചെയ്തായിരുന്നു. അനിയൻ തന്നെ പടം ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു. പിന്നെ എന്റെ ഒരു ഇഷ്ടങ്ങൾ അറിയാലോ പുള്ളിക്ക്. അത് കാരണം എനിക്ക് അങ്ങനെ ക്യാരക്ടറിന് ഓക്കെ ആണോ നോക്കിയിട്ട് കൊടുത്തു. നമ്മൾ ആദ്യത്തെ പടത്തിനെക്കാട്ടിലും ഇതിനകത്ത് കുറച്ച് ലീഡായിട്ട് കുറച്ചുകൂടി റോള് അധികമുള്ള ക്യാരക്ടറാണ്. അപ്പം അതിനെ നമ്മൾ നോക്കിയപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് കൊടുത്തത്. അപ്പം അല്ല റിലേഷൻ മാത്രമല്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞൊരു സംഭവം മൈൻഡിലോട്ട് വന്നപ്പോൾ തന്നെ ഈ ഒരു കാസ്റ്റ് ഗായത്രി എന്നുള്ളൊരു പേര് മനസ്സിലുണ്ടായിരുന്നോ? ഗായത്രി എന്ന് പറഞ്ഞ പേര് മനസ്സിലില്ലായിരുന്നു. ഗായത്രി ഒരു 10 ദിവസം ഈ സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 10 ദിവസം മുന്നേ മനസ്സിലോട്ട് വന്ന പേര്. എൻ്റെ വൈഫ് ഗോപികയാണ് എൻ്റെ പ്രൊഡ്യൂസർ. വൈഫ് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് ഈ ഒരു ഗായത്രി എന്ന ഓപ്ഷനിലോട്ട് വരുന്നതും. ഗായത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനും നമ്മൾ വേഗം ഫോട്ടോസൊക്കെ എടുത്ത് നോക്കും, കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഗായത്രി ഒന്ന് കോൺടാക്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ എങ്ങനെയാ നമുക്കറിയില്ലല്ലോ, മുന്നേ പരിചയമില്ലല്ലോ. അപ്പോൾ ഈ ഗായത്രിയെ വിളിച്ചിന് സംസാരിക്കുമ്പോൾ ഓക്കെ ആവോ എന്താണെന്ന് അറിയാം. പക്ഷേ ഗായത്രിയെ വിളിച്ചത് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. പോസിറ്റീവ്. ഗായത്രി അത് അപ്പം തന്നെ സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ സാധനം ഫോണിൽ കൂടി തന്നെ ചോദിച്ചു. ഓക്കെ പറഞ്ഞോ ഗായത്രി എന്നാ സാർ ഷൂട്ടുകളാവും ചെയ്യാം. ഗായത്രിനെ പറ്റിയിട്ട് ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്തപ്പോഴായാലും അവിടെ മേക്കപ്പ് ടീം ആണെങ്കിൽ എല്ലാവരും പറയുന്നതാ അയ്യോ സിനിമ നടിയാണെന്ന് തോന്നൂല, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. അപ്പൊ പൊതുവേ സിനിമ നടിയാവുമ്പോൾ ഹീറോയിൻ ആകുമ്പോഴത്തേക്ക് കുറച്ച് ജാട കാണും. അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരുടെയൊക്കെ ഒരു മൈൻഡില്. അപ്പൊ ഞാനും പറഞ്ഞു, ഞാനും 2-3 തവണ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. എപ്പൊ കണ്ടാലും ഇതേപോലെ തന്നെയാ. എന്താണ് അതിന്റെ ഒരു സീക്രട്ട്? എന്താണ്? ആരാണ് ചെറുപ്പം മുതലേ അത് പഠിപ്പിച്ചു കൊണ്ടുവന്നത്? അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിന്റെ ഒരു ഗുണം അത് എവിടെ നിന്ന് കിട്ടിയതാ? ഈശ്വര, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അച്ഛനമ്മയുടെ നിന്ന് കിട്ടിയതായിരിക്കണം. എനിക്ക് ഇതാണ് ഫ്രീഡം. എനിക്ക് മറ്റേമാതിരി നിൽക്കുമ്പോ തലയിൽ ഇത്രയും ഖനം വെച്ച് നിൽക്കുമ്പോ എനിക്ക് തന്നെ ഒരു പ്രശ്നമാണ്.
ഇത് എനിക്കിപ്പോ നിങ്ങളെ കാണുമ്പോ ഒന്ന് സംസാരിക്കാനൊക്കെ അങ്ങനെ അങ്ങനെ അതാണ് എനിക്കിഷ്ടം. അത് ഇപ്പൊ അല്ലാതെ മിണ്ടാതെ ഒരു സൈഡിലിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഐ ലവ് ടു ടോക്ക് ടു പീപ്പിൾ. ഇതാണ് ഗായത്രി. യെസ്. അതെ. അപ്പൊ ആദ്യ സമയത്തൊക്കെ ഓക്കെ ഞാനൊരു നടിയാണ്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇപ്പൊ ഫസ്റ്റ് ജമുന പ്യാരി കഴിഞ്ഞ സമയമാണെന്ന് വെച്ചോ, അപ്പൊ എന്നെ ഇങ്ങനെ എല്ലാവരും തിരിച്ചറിയും. അപ്പൊ പല സൈഡിൽ നിന്നും പല ഉപദേശങ്ങളും വരുമല്ലോ, ഇനി ഇങ്ങനെയാണ്, അങ്ങനെ നിക്കണം, ഇങ്ങനെ ബിഹേവ് ചെയ്യണം. അപ്പൊ ആദ്യ സമയത്തൊക്കെ കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഇപ്പൊ പറയാറില്ലേ, ഞാൻ എല്ലാരോടും സംസാരിക്കണത് അത് പാടില്ല, കുറച്ചൊക്കെ നമ്മൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയാറ്. അതെ, അതാ ഞാൻ ചോദിച്ചു. അങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അത്രയും കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ട് ഇരിക്കണം. ഇല്ല, പക്ഷെ എനിക്കറിയായിരുന്നു ചിലപ്പോ ഇതായിരിക്കും എന്റെ, നമുക്ക് എല്ലാവർക്കും നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യണല്ലോ. അതെ അതെ അതെ. ഇത് ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഇതും ആണെന്ന് വിചാരിക്കേണ്ട. അത് എന്റെ ഒരു സ്ട്രാറ്റജി ആവാം. അതായത് എനിക്ക് ഇനിയും ഇതില് തുടർന്നുകൊണ്ട് പോണെങ്കിൽ ഞാൻ എല്ലാരോടും നന്നായി നിൽക്കണം, എല്ലാരെയും നല്ല കംഫർട്ടബിൾ ആക്കി വെക്കണം, നല്ല നമ്മുടെ കൂടെ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ അതിന്റെ പിന്നിൽ. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ആദ്യമൊക്കെ ആണെങ്കിൽ ഇപ്പം ഗായത്രിക്ക് ആ കരിയറിന്റെ തുടക്ക സമയത്തൊക്കെ ഇന്റർവ്യൂസിൽ വരുമ്പോഴൊക്കെ ട്രോൾസ് ഒക്കെ വരുമായിരുന്നു. അതേ ഓഡിയൻസ് തന്നെ ഇപ്പൊ പറയുന്നു, ഒരു കമന്റ് ഇട്ടാൽ പോലും, ആരെങ്കിലും ഒരു നെഗറ്റീവ് ഇട്ടാൽ പോലും വേറൊരാൾ അടി വന്നിട്ട് അതൊരു പാവാടോ എന്ന് പറഞ്ഞിട്ട് വരെ കമന്റ് ഇടാറുണ്ട്. അപ്പൊ പോകെ പോകെ ആളുകള് ലൈക്ക് ഇതാണ് ഗായത്രി അതൊന്ന് മനസ്സിലാക്കി വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. നല്ല ഇപ്പൊ നമ്മുടെ ഈ പടത്തിന്റെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറെ പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്. ആ നെഗറ്റീവ് കമന്റ്സ് ഒരു 5 എണ്ണം വരുമ്പോ അതിന്റെ അടിയിൽ പോസിറ്റീവായിട്ട് നമ്മളെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു മൂവി പുറത്തേക്ക് വരുന്നതിന് മുന്നേ ഒരാളെ അങ്ങനെ ഇതായിട്ട് കാണരുതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ്, പോസിറ്റീവായിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ പടമൊക്കെ റിലീസാവണം. കാരണം റിലീസായി കഴിയുമ്പോഴാണ് യഥാർത്ഥ ഗായത്രി എന്താണ്. നമ്മൾ റിയൽ ലൈഫിലുള്ള ഗായത്രിയെ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങൾ ഒരു 20 ദിവസം ഞങ്ങളുടെ ഷൂട്ടിനുള്ള സമയത്തൊക്കെ ഗായത്രി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാലേ ഈ പറയുന്ന ഓൺലൈനിൽ കാണുന്നതൊന്നല്ല ഗായത്രി. അല്ല, യഥാർത്ഥത്തിൽ ഗായത്രി വളരെ സിമ്പിളാണ് മറ്റുള്ള ആർട്ടിസ്റ്റുകളെ ചോദിക്കും. എനിക്ക് എന്താ അറിയോ പേടി, ഇത് കേൾക്കുമ്പോ ചിലപ്പോ നമ്മൾ ക്യാരിഡ് അവേ ആയിട്ട് ചിലപ്പോ അഹങ്കാരം വരുമെന്നുള്ള അല്ലേ? അല്ല, അഹങ്കാരം വന്നത് അങ്ങനെ തന്നെ സ്ട്രാറ്റജി നമ്മുടെ കയ്യിലുണ്ടല്ലോ. സ്ട്രാറ്റജി. പക്ഷെ അത് പറ്റില്ല, ചെയ്യണേലൊരു സത്യസന്ധത വേണം. അത് ഞാൻ സ്ട്രാറ്റജി ഉണ്ടല്ലോ കയ്യില്, അപ്പൊ നമുക്ക് ഇതൊന്നും നയിക്കൂലെന്ന്. അത് നടക്കില്ല, അതെന്തായാലും ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇതേപോലെ ഒരു ഫോൺ കോളില് ഓക്കെ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു ഇതിലോട്ട് ഏറ്റവും അട്രാക്ട് ചെയ്യിച്ചത്? ആ പ്രേതം എന്നുള്ള ഫാക്ടറാണോ? പ്രേതം എന്നുള്ള റോൾ തന്നെയാണ്. അതെ, എനിക്കുണ്ടായിരുന്നു എന്റെ മനസ്സിൽ പ്രേത റോള് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ വന്നു. നമ്മള് വിചാരിച്ച പോലെ തന്നെ രോഗിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ. ഇപ്പൊ ഈ പ്രേതത്തിനോട് ഇത്ര ഇത് വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു 1-2 പ്രേത ക്യാരക്ടേഴ്സ് കാണുമല്ലോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഗായത്രിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാ? എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഹൊറർ പടങ്ങൾ എന്ന് പറയുന്നത് ആകാശഗംഗ, മേഘസന്ദേശം. എനിക്കത് ഭയങ്കര പേടിയാ. പിന്നെ ഇന്ദ്രിയം, അതെ അതെ. പിന്നെ മണിച്ചിത്രത്താഴ്, സമ്മർ പാലസ്. അപ്പൊ അതൊക്കെ കണ്ട്, അപ്പൊ ഇത് ചെയ്യുന്നതിന് മുമ്പ് അപ്പൊ ഈ പ്രേത സിനിമകളൊക്കെ ഇരുന്ന് കണ്ടിരുന്നു ഒന്നുകൂടെ സമയം കിട്ടിയില്ല. പിന്നെ എന്റേതായിട്ടുള്ള ഇതൊക്കെ നിന്റെ മനസ്സിൽ കിടക്കണമുണ്ട്. പിന്നെ എന്റേതായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ലൊക്കേഷൻ ടൈമില് ലൊക്കേഷൻ ഒക്കെ എവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ സിനിമയുടെ? ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ എന്തായിരുന്നു ബിഹൈൻഡ് ദ സീൻസ്? നിങ്ങളുടെ ഒരു ക്രൂ എങ്ങനെയായിരുന്നു? എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. കിച്ചു ചേട്ടനായാലും ഗായത്രി ആയാലും. അനിയനെ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇറങ്ങി എല്ലാരും കാണുമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ. അവരുടെ എക്സ്പീരിയൻസ് അവര് പറയും. അല്ല, അങ്ങനല്ല, ഇതൊരു നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് ഇവിടെ ഷൂട്ട് ചെയ്തതും. ലൊക്കേഷൻ ആയാലും എല്ലാവരും സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ലൊരു കമ്പനി ആയിരുന്നു. നല്ല ഒരു ഗ്യാങ് ആയിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മൂവിയുടെ റിലീസ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു. റിലീസ് ഇപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. വേറെ മാറ്റങ്ങളില്ലെങ്കിൽ അത് തന്നെയാണ് ഫിക്സ് ചെയ്യണത്. ഇപ്പോ ഗായത്രി എപ്പോഴെങ്കിലും ആ 9 to 5 ജോബ് മിസ് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അവിടെ കുറെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെതായിട്ടുള്ള കുറെ പേർക്സ് ഒക്കെ ഉണ്ട്. അവിടെ ഓണാഘോഷം ഉണ്ടാവും, ആനുവൽ ഡേ ഉണ്ടാവും. അപ്പൊ അതിന് ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. പിന്നെ 5 മണി വരെ ജോലി ചെയ്തിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കറങ്ങാൻ പോവാറുണ്ട്. അതൊക്കെ ഞാൻ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ ജോലി അങ്ങനെ മിസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ബാങ്ക് ജോലി അത്ര അങ്ങനെയല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അന്ന് അതിനുള്ള ഒരു കറേജ് തന്നത് ആരായിരുന്നു? സ്വന്തമായിട്ടുള്ള തീരുമാനം, സ്വന്തം ധൈര്യത്തിലാണോ ഒരു ആ ജോബ് കളഞ്ഞിട്ട്
സിനിമയിലോട്ട് വരാൻ തീരുമാനിച്ചത്? അല്ലടോ, അന്ന് എനിക്ക് കുറെയൊക്കെ സേവിങ്സ് ഉണ്ടായിരുന്നു. അപ്പോ എന്താ റണ്ണിങ് ഔട്ട് ഓഫ് മണി എന്നുള്ളൊരു ഫിയർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് തന്നെയാണ് മെയിൻ ആയിട്ട്. പിന്നെ മനസ്സിൽ സിനിമ കിട്ടും തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിട്ടത്. അമ്മയ്ക്ക് അച്ഛനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു കുറെ നാള്. എനിക്കൊന്ന് പലർക്കും എനിക്കൊന്ന് ഒരു പാഷന്റെ പുറത്ത് ഇറങ്ങാൻ പറ്റാത്തത് അതൊക്കെ കൊണ്ടായിരിക്കും അല്ലേ? എല്ലാവരുടെ മനസ്സിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു ബാക്ക് ബോൺ, ഒരു ബാക്കായിട്ടൊരു ഇൻകം പ്രശ്നം ഏറ്റവും വലിയ ഫാക്ടർ. അപ്പം ഇതൊക്കെ ലക്ഷ്യം വെച്ചോണ്ടാണോ ചെറിയ പ്രായത്തിലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനും കൂടി തീരുമാനിച്ചത്? അല്ല, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി പോയതാണ്. ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴിയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കയറണേ. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങി. ഇപ്പൊ എനിക്ക് അതിന്റെ ഒരു സുഖം മനസ്സിലായി, ഫ്രീഡം. അപ്പോ പിന്നെ അപ്പോഴേക്കും സിനിമയിൽ കയറി, സിനിമയിൽ നിന്ന് ഏർണിങ്സ് വരാൻ തുടങ്ങി. അതെ, പലരും പറയുമല്ലോ സ്നേഹമാണ് ഇമ്പോർട്ടന്റ്, പൈസ വേണ്ട. സ്നേഹം വരും, പൈസ ഉണ്ട്. അതാണ് സ്നേഹമൊക്കെ വരാൻ പാടില്ല, പൈസ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനും മുന്നേ പറഞ്ഞത് തന്നെയാണ്. നമ്മളൊരു ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കും ഇത് ഈ സിനിമയായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലേ ഇതൊക്കെ ഒരു ബാക്ക് സൈഡിലേക്ക് ആയിപ്പോവും. നമ്മുടെ ഒരു പ്രാരാബ്ദത്തിന്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കുഴഞ്ഞാകെ നമ്മളിലുള്ള ഒരു സംഭവം അതെങ്ങനെയും എത്തിക്കാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് ആയില്ലെങ്കിൽ നമുക്ക് അത് അതിലും വലിയ നിരാശയായിരിക്കും. ഇതിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം. ഇങ്ങനെ നല്ല കഴിവുണ്ടായിട്ടും സാഹചര്യം കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്തവരുടെ സ്റ്റോറീസ് അറിയോ ശരിക്കും? കുറെ പേരുണ്ടല്ലോ. നമ്മളൊക്കെ ഞാൻ ഇപ്പൊ 8 കൊല്ലമായിട്ടുണ്ട് സിനിമയിൽ വന്നിട്ട്. എന്റെ കൂടെ അഭിനയിക്കാൻ തന്നെ കുറെ പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ആയാൽ പോലും ഇവർക്ക് എത്രയോ കൊല്ലങ്ങളായെന്നറിയോ സിനിമയിൽ. ഈ പറഞ്ഞ പോലെയാണ്, അവർക്ക് ഒരു നല്ല ഇത് കിട്ടുന്നില്ല. സാമ്പത്തികം വലിയൊരു ഫാക്ടറാണ്. ഇതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ പൈസ കിട്ടില്ലല്ലോ. അങ്ങനെ കുറെ പേരുണ്ട്, നമ്മുടെ മുമ്പിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. സിനിമയ്ക്കകത്തും ഉണ്ട് അത്. സിനിമയ്ക്കകത്ത് തന്നെ ഈ ബിഗിനേഴ്സിനൊക്കെ കയറി വരണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സീനിയർ എടുക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരാണെങ്കിൽ പോലും ഇതെന്താണ് എന്നൊക്കെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമുക്കിത് കാണിക്കണമെങ്കിൽ എന്താണ്, ഇത് പുറത്തോട്ട് വരണ്ടേ? സംഭവം പുറത്തേക്ക് വന്നെങ്കിലാണല്ലോ ഇതിന്റെ ഒരു ഔട്ട് നമുക്ക് നമ്മൾ ആരാണ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് എല്ലാ ഈ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് സപ്പോർട്ടിങ് കിട്ടാതെ, ഫാമിലി നമ്മുടെ ഒരു സിനിമ ഫാമിലി അല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സപ്പോർട്ടിങ് എന്ന് പറഞ്ഞ സംഭവം കിട്ടാതെ വരുമ്പോഴും പലരും കഴിവുള്ളവരൊന്നും പുറത്തേക്ക് വരാത്ത സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതിപ്പോ ഗായത്രിയുടെ കേസ് പറയുന്നത് ഫസ്റ്റ് മൂവി തന്നെ എല്ലാവരും അറിഞ്ഞിട്ടൊരു മൂവിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ കരിയറിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് അല്ലേ? ആ സിനിമയെ കുറിച്ചിട്ടാണ് ഇപ്പോഴും എന്നോട് ആൾക്കാർ പറയണേ. അത് കഴിഞ്ഞ അതെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പോഴും ജമുനാപ്യാരിയിലുള്ള എന്നുള്ള ഒരു ഇതാണ്, ടാഗാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് ഒരു പോയിന്റില് അത് എങ്ങനെ സന്തോഷമാണോ സങ്കടമാണോ? അത് തന്നെ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത് പറയുമ്പോഴത്തേക്ക് അത് കൂടുതൽ സന്തോഷമാണോ, എന്നാൽ ഒരു പോയിന്റിൽ അത് സങ്കടം തോന്നുന്നുണ്ടോ? എനിക്ക് മൂവ് ഓൺ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്താണ് ആ ജമുനാപ്യാരി ഇത്ര ഇഷ്ടം എന്നും എനിക്ക് അറിയണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല സിനിമകൾ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, വളരെ തെറ്റാവും. പക്ഷെ എന്താണ്, വാട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഫാക്ടർ ഇൻ ജമുനാപ്യാരി എന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. അത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം പറ്റുകയാണെങ്കിൽ എനിക്കുണ്ട്. അതെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലൊരു വലിയൊരു പ്രൊജക്ട് ആദ്യം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലേ. പിന്നീട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനേക്കാളും മുകളിലോട്ട് വെക്കുന്ന ഒരു സംഭവം. അതെ അതെ അതെ. അപ്പൊ സ്ക്രിപ്റ്റ് സെലക്ഷൻ സമയത്തൊക്കെ എന്തൊക്കെയാ കൂടുതൽ ശ്രദ്ധിക്കാറ്? ഞാൻ ഇതുവരെ അങ്ങനെ ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റ്സിനെ അങ്ങനെ ഭയങ്കരമായിട്ട് ആഴത്തിൽ ചിന്തിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് എനിക്കിപ്പോ സിനിമകൾ ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവണം. എത്രയും സിനിമകൾ ചെയ്തിട്ട് എനിക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആവണം, പിന്നെ നമുക്ക് നോക്കാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ കുറച്ച് പുറകോട്ടായിരുന്നു. മാനിഫെസ്റ്റിംഗ് ആ ഒരു കാര്യം ഗായത്രി ചെയ്യാറുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. മാനിഫെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? സിനിമയൊക്കെ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ്. നമ്മള് ചെറുപ്പത്തിലുള്ളതൊക്കെ ഭയങ്കര നിഷ്കളങ്കവും ക്ലീനും ആയിട്ടുള്ള സ്വപ്നങ്ങളാണല്ലോ. അപ്പൊ അത് നമ്മളായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നടന്നിരിക്കും. നമുക്കതിൽ കഴിവ് വേണം, നമ്മുടെ ഫീൽഡ് അതായിരിക്കണം. പിന്നെ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനും കൂടി വർക്ക് ചെയ്താൽ അത് എന്തായാലും നടന്നിരിക്കും അല്ലേ? എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കണം, ആഗ്രഹം മാത്രം കാര്യമില്ല. അതെ അതെ അതെ, ശ്രമിക്കണം. ചേട്ടന്റെ ഒരു 8 ഇയർ ആയിട്ടുള്ള ഒരു ജേർണിയിൽ ചേട്ടൻ എന്തൊക്കെയാണ് സീനിയർ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നോക്കി പഠിച്ച കാര്യം? നമ്മൾ പെരുമാറുന്ന രീതി പോലെ ഇരിക്കും. ഇപ്പൊ നമ്മൾ എത്രത്തോളം അലമ്പനാവോ ഭാവിയിൽ അത് തന്നെ ഇരിക്കും. ചിലപ്പോൾ ആരും വിളിക്കാണ്ടാവാം. പിന്നെ നമ്മള് ടൈമിന്റെ കാര്യം, ലൊക്കേഷനില് ബിഹേവ് ചെയ്യുന്ന രീതികള്, അങ്ങനെ കുറെ ഫാക്ടർ ഉണ്ട് അതിനകത്ത്. എപ്പോഴെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടോ നമ്മുടെ മലയാളം സിനിമയിൽ? യെസ്, എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിച്ച ആൾ ലാലേട്ടനാണ്. യെസ്, എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു അദ്ദേഹത്തിനെ നേരിട്ട് കാണുമ്പോഴാണെങ്കിൽ പോലും ഐ റിയലി ഗോ ബ്ലാങ്ക്.
Yes. ഫസ്റ്റ് ടൈം എപ്പോഴായിരുന്നു കണ്ടത് ആദ്യത്തെ? അത് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ടൈം ഞാൻ എപ്പോഴാ കണ്ടത്? ബിഗ് ബ്രദറിന്റെ സെറ്റിൽ വെച്ചിട്ട്. വിഷ്ണു ചേട്ടൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ ഞാനും സൗമ്യയും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് പോയിട്ട് ലാലേട്ടൻ്റെ കൂടെ. എന്തായിരുന്നു ആ മൊമെന്റ്? എന്തായിരുന്നു? പോയി സംസാരിച്ചു? മോളെ അന്ന് സൗമ്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ സൗമ്യയോട് ചോദിച്ചു, എന്താ മോളെ കേക്ക് ഒന്നില്ലേ? അത്രേ ഉള്ളൂ. അതായിരുന്നു ഫസ്റ്റ് മീറ്റ്. പിന്നെ എപ്പോ കണ്ടാലും ആ ഒരു സെയിം തന്നെ ആ ഫീൽ അല്ലേ? ലാലേട്ടന് ഓർമ്മയുണ്ട് തന്നെ. ഞാൻ അമ്മയുടെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ലാലേട്ടന് ഓർമ്മയുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ? നമ്മളൊരു തമിഴ് പ്രോജക്റ്റ് റണ്ണിങ്ങിൽ ഉണ്ട്. പക്ഷെ അത് ഇതിന് മുന്നേ ഷൂട്ട് തുടങ്ങിയതാണ്. നമ്മളത് അതിൻ്റെ ഇടയിൽ ഇത് ഏത് മൂവി ആദ്യം വരുന്നു എന്നുള്ളത് അത് ഈ പറഞ്ഞ കുറച്ച് ലെക്കാണ്. നമ്മൾ ആദ്യം ഒരു മൂവി ഇതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തമിഴിൽ. പക്ഷെ ഈ പ്രൊജക്റ്റ് അതിന് മുന്നേ വന്നു. അപ്പോൾ അത് നമുക്കൊരു ഫിക്സഡ് ടൈം പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ സിനിമ നമ്മൾ നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ചെയ്തു പോകുന്നത്. ഒന്നും ഒരു കറക്റ്റ് ഒരു ടൈമിംഗ് വെച്ചിട്ടുള്ള പരിപാടി. ഈ സിനിമയും നമ്മൾ അങ്ങനെയായിരുന്നു. ഷൂട്ട് കഴിഞ്ഞു, നമ്മളിപ്പോൾ 1 year ആയല്ലോ. 1 year കഴിഞ്ഞിട്ട് ഈ ഷൂട്ട് കഴിഞ്ഞ് ഈ സിനിമ ഇപ്പോൾ റിലീസ് ഓഗസ്റ്റിലോട്ട് നമ്മൾ വെച്ചു. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് സിനിമ ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നില്ലേ? പക്ഷെ ഇവർ തന്നെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന 2 പേരാണ്, ഗായത്രിയും കിച്ചും. റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ചോദിക്കും, പടം എന്താ ഇറക്കുന്നില്ല ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് തന്നെ എനിക്കും പറഞ്ഞ പോലെ തന്നെ ലെക്ക് ടൈമൊക്കെ ഒരു വലിയൊരു സംഭവമാണ് ഇതിനകത്ത്. നമുക്ക് ആ ടൈം ആവാതെ അത് എന്തൊക്കെ ചെയ്താലും സംഭവിക്കില്ല. ചേട്ടൻ ഇപ്പോൾ ഒരു സിനിമാ നടൻ എന്നുള്ളൊരു ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താകുമായിരുന്നു കരിയറിൽ? ഒരു ആനക്കാരനായിരുന്നു. അതെന്താ? അതങ്ങനെ നമ്മൾ ഭയങ്കര റയറായിട്ട് കേൾക്കുന്ന സംഭവങ്ങൾ അതൊക്കെ. റയറായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കിച്ചുചേട്ടനോട് ഇങ്ങനെ പോയി എങ്ങോട്ടോ ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കിച്ചുചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ കോതമംഗലം പോയിക്കൊണ്ടിരിക്കുന്ന ആളിറങ്ങിയങ്ങ് പോയി. അപ്പൊ രാത്രിയാണ് ആളിറങ്ങി പോയി. പക്ഷെ നാട്ടാനൊന്നല്ല, നാട്ടാന സൈഡില് റോഡിന്റെ ഓപ്പോസിറ്റ് ആനേനെ കെട്ടിയിട്ടുണ്ട്. അവിടെ ആരൊക്കെ സുഹൃത്തുക്കളൊക്കെ നിൽക്കണ്ടെന്ന് തോന്നുന്നു. ആളവിടെ പോയി വണ്ടി ഞാൻ അപ്പുറം ഒതുക്കിയിട്ടാണ് ആള് പോയി കുറേ നേരം കഴിഞ്ഞിട്ടാ വന്നേ. അപ്പൊ അത്രത്തോളം ആനയെ കാണുന്നത് എന്താണ് ഈ ആനയിൽ ഇത്രയും ഒരു വിസ്മയം. അതെന്താ ആനയിൽ ഇത്ര അട്രാക്ട് ചെയ്യിക്കുന്ന ഫാക്ടർ എന്തായിരിക്കും? ചെറുപ്പം മുതൽ അതിനോടൊരു താല്പര്യവും. ആളുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ആന ഇരിപ്പുണ്ട്. നമ്മള് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ആന ഒരു വനത്തിൽ നിൽക്കുന്ന 10 അടിയുള്ള ഒരു ആന പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഏറ്റവും തലയെടുപ്പുള്ള ആന ഏതാ ഇപ്പൊ ഉള്ള കൂട്ടത്തിൽ? ആനകളുടെ മെയിൻ നാടാണല്ലോ തൃശ്ശൂർ എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷെ പാമ്പാടി രാജൻ നിങ്ങളുടെ അവിടുത്തെ വലിയ ആന മീൻസ് കേരളത്തെ ഏറ്റവും വലിയ ആന തെച്ചിക്കോട്ട് രാമേന്ദ്രൻ തൃശ്ശൂര് പേരാമംഗലം. ആൾക്ക് എത്ര വയസ്സുണ്ട്? തെച്ചിക്കോട്ടിന് എനിക്ക് തോന്നുന്നു 64 വയസ്സുണ്ടോ. ഇത്ര വയസ്സുള്ള ആനകൾ ഡെയിലി 14 ലക്ഷം രൂപയാണ് ആന വാങ്ങിക്കണേ. മനസ്സിലായോ? ഒരു ദിവസത്തെ റേറ്റ് ആണ്. വേറെ ആരൊക്കെ വാങ്ങിക്കണമെന്ന് എനിക്കറിയില്ല റേറ്റ്. ഒരു ദിവസം അത്രയും ഇതുണ്ട് അതിനകത്ത്. വലിയൊരു ബിസിനസ്സും കൂടിയാണ്, പിന്നെ സ്നേഹം കൂടിയാണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നതും നല്ല ഡിഫിക്കൽട്ട് ചെയ്യാൻ. ഈ പറഞ്ഞത് നമുക്കൊരു 5000 to 10000 ഒരു ദിവസം വേണം ആനയ്ക്ക് മാത്രം. പുള്ളി അത് പിന്നെ ഏൺ ചെയ്തെടുക്കുന്നുണ്ട്. അതെ, ഇപ്പൊ അത് ഇങ്ങനെ ഇതാണ്. പണ്ട് ഇത്രയും വിലയൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ആനകൾ ഷോർട്ട് ആയതുകൊണ്ട് ഭയങ്കര റേറ്റ് ആയി. അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മള് തയ്യൽ മിഷനും കടന്ന് ഒരുപാട് മാറ്ററിൽ പോയി. കാരണം നമുക്ക് തയ്യൽ മിഷൻ അങ്ങനെ തുറന്നു പറയാൻ പറ്റൂലല്ലോ, ട്വിസ്റ്റ് പോവില്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു എന്താ പറയാ നല്ലോണം എന്തായാലും നമ്മൾ നല്ലോണം പേടിക്കുമായിരിക്കും അല്ലേ തിയേറ്ററിൽ വരുമ്പോ? ഞാൻ ഫുൾ കണ്ടിട്ടില്ല സിനിമ. ഞാൻ സ്ക്രീനിൽ കാണാതിരിക്കുക. അത് കാണാൻ ചോദിച്ചപ്പോൾ കാണുന്നില്ല, സ്ക്രീനിൽ കാണാമെന്നാണ് ഗായത്രി. ഗംഭീരമായിട്ട് പേടിക്കുമെന്ന് വെച്ചാൽ നമ്മൾ അത്ര എക്സ്പെക്ടേഷനോട് പോകാനല്ല നമ്മൾ പറഞ്ഞത്. കാരണം നമുക്ക് നമ്മുടെ സിനിമ പേടിപ്പിക്കണം അല്ലെങ്കിൽ പേടിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് അങ്ങനത്തെ ഒരു എലമെന്റാണ്. ഒരു ചെറിയ അറിയാലോ, ചെറിയ കഥയാണ്. ടോട്ടലി സിനിമയ്ക്ക് ഒരു 1:40 ഡ്യൂറേഷനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പേടിപ്പിക്കുന്ന എലമെന്റ്സുകൾ നമ്മളൊരു 4-5 സമയത്ത് സീൻസുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഒരു തരത്തിലും ലാഗ് ഇല്ലാതെ അങ്ങനെ. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. അപ്പൊ August 1 ഞാനും വെയിറ്റിംഗ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.